ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ ഒരു ലൈക്കും കൂടെ ഒക്കെ ഒന്ന് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻസ് ആയിട്ട് അറിയിക്കുകയൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതൊരു 2 ദിവസത്തെ കുറച്ച് വീഡിയോ ആണ് കേട്ടോ. അധികം ലെങ്ത് ഒന്നുമില്ല, ചെറിയ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണാം കേട്ടോ. ഈ ഒരു വീഡിയോ എടുത്തതിൻ്റെ മുന്നത്തെ ദിവസത്തെ കേട്ടോ അതിന് ശേഷമുള്ള വീഡിയോ വരുന്നത്. അപ്പോൾ രാവിലെ ഞാൻ മോനൊക്കെ അംഗനവാടി കൊണ്ടാക്കി വന്നിട്ട് മുളക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മാവേലിയിൽ നിന്ന് പോണ പ്രമാണിച്ചിട്ട് മാവേലിയിലെല്ലാ ഐറ്റംസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓണത്തിന് പോയി കഴിഞ്ഞാൽ എന്തായാലും മുളക് കിട്ടുമെന്ന് ഉറപ്പാട്ടോ. മുളകൊക്കെ വാങ്ങിയിട്ട് ഞാനിങ്ങനെ ഉണക്കിയിടുകയാണ് കേട്ടോ. നല്ല വെയിലും ഉണ്ടായിരുന്നു. അപ്പോൾ ഉണക്കിയിടുന്നുണ്ട്. കഴിഞ്ഞ കൊല്ലം ഓണത്തിനായിട്ട് ഞാൻ മുളക് വാങ്ങിയതാട്ടോ മാവേലിയിൽ നിന്ന്. പിന്നെ വരുന്നതും കഴിയുന്നതും അറിയില്ല കേട്ടോ. പിന്നെ അതിനിങ്ങനെ പോയിട്ട് മെനക്കെട്ടിട്ട് തന്നെ നിൽക്കണം. അപ്പോൾ പിന്നെ അങ്ങനെ വാങ്ങിക്കാറുമില്ല. അപ്പം എന്തായാലും ഉണ്ടായിരുന്നു. അപ്പോൾ ഉമ്മ പോയിട്ട് വാങ്ങിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഉണക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. പിന്നെ പൈപ്പിൽ വെള്ളം വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് കയറുമ്പോഴേക്കും കുറച്ച് ടൈം എടുക്കും കേട്ടോ. അപ്പോൾ ഞാൻ തുറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കയറുണ്ടോയെന്ന് ഒന്നും കൂടെ കൺഫേം ആക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. അവിടെ മോട്ടർ കിട്ടിയിട്ടില്ല. പകരം അവർ വേറൊരു മോട്ടർ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്ത് തരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തൽക്കാലത്തിന് മോട്ടർ ശരിയാക്കുന്നത് വരയ്ക്ക് ഇന്ന് വേറൊരു മോട്ടർ ഫിറ്റ് ചെയ്ത് തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ വെള്ളമൊക്കെ കയറുന്നുണ്ട്. ഇനിയിപ്പോൾ അത് കയറി എത്തിയിട്ട് വേണം നമുക്ക് പണികൾ ബാക്കിയൊക്കെ തുടങ്ങാനായിട്ടാണ്. പിന്നെ ഞാൻ അടുത്ത ഇത് വരുന്നത് വേറെ മുന്നേ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന വീഡിയോ ആണ് കേട്ടോ. ഫുള്ളായിട്ടേക്ക് 2 ദിവസമൊന്നും ഫുള്ളായിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഫോൺ സ്റ്റോറേജ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് നമ്മൾ ചോറ് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അതായത് താത്ത നമ്മുടെ മുത്തിന് വേണ്ടിയിട്ട് നേർന്നതായിരുന്നു കേട്ടോ. നേർച്ച നേർന്നതായിരുന്നു. അവന് ഡെലിവറി കഴിഞ്ഞ സമയത്ത് ഹോസ്പിറ്റലിലേക്ക് കിടക്കുന്ന സമയത്ത് ഇങ്ങനെ താത്ത നേർന്നുണ്ടായിരുന്നു കുട്ടികൾക്ക് ചോറ് വെച്ച് കൊടുക്കാമെന്നിട്ട്. അതായത് അവൻ്റെ തൂക്കത്തിനനുസരിച്ച് തൂക്കം പറഞ്ഞു കഴിഞ്ഞാൽ 40ാമത്തെ ദിവസം തൂക്കമാണ് കേട്ടോ താത്ത കരുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 40ാമത്തെ ദിവസം എത്ര കിലോനാണോ അവന് വെയിറ്റ് ഉള്ളത് അതിനനുസരിച്ച് കുട്ടികൾക്ക് ചോറ് വെച്ച് കൊടുക്കാമെന്ന് നേർന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇതുവരെ ചെയ്യാനുള്ളൊരു പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ അതങ്ങോട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ നെയ്ച്ചോറും ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ ഓരോ വീട്ടിലേക്കും കുട്ടികൾക്കനുസരിച്ച് കൊടുക്കാമെന്ന് ചോദിച്ചാൽ അപ്പോൾ ഞങ്ങൾ താത്ത ഇവിടെ തന്നെ വെച്ചു. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അത് തന്നെ മോന് സ്വത്ത് വന്നപ്പോൾ തന്നെ അവന് വിശക്കുണ്ടായിരുന്നു. അപ്പോൾ അവൻ ആദ്യം കൊടുത്തു ഇതാ ചോറ്. അപ്പോൾ അവന് 4 എത്രയായിരുന്നു കേട്ടോ തൂക്കം, 4,800 എത്ര ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും 5 കിലോനാക്കിയിട്ട് അങ്ങോട്ട് ചോറ് വെച്ചതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചുറ്റുഭാഗത്തുള്ള വീട്ടിലെ എല്ലാ മക്കൾക്കും കൊടുക്കുക അത്ര തന്നെ ഉള്ളൂ കേട്ടോ. പുറത്തേക്ക് അങ്ങനെയൊന്നുമില്ല. നമ്മുടെ വീടിൻ്റെ അപ്പുറമുള്ള കുട്ടികൾക്ക് മാത്രം വീട്ടിലെ മക്കളെ മാത്രം കണക്കാക്കിയിട്ട് ചോറും കറിയായിട്ട് വീട്ടിലേക്ക് കൊടുക്കുക അങ്ങനെയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പാക്കിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ കവറിൽ ഇങ്ങനത്തെ കവറൊക്കെ വാങ്ങിയിട്ട് അതിൽ ആക്കിയിട്ട് അങ്ങനെ ഇതാക്കി കൊടുക്കാണ്ട്. പിന്നെ താത്താനും മോനും ഉണ്ട്. അപ്പോൾ മക്കൾ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു കേട്ടോ. വണ്ടിമേൽ ബക്കറ്റിലാക്കിയിട്ട് അങ്ങനെ കൊണ്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കവറിലാക്കിയിട്ട് ഓരോ വീട്ടിലേക്ക് അനുസരിച്ച് വെച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവർക്ക്. അപ്പോൾ അങ്ങനെ ആക്കിയിട്ട് വെക്കുകയാണ് കേട്ടോ കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ എന്താ പറയുക, പിന്നെ ഒരുപാട് ഞാൻ പറഞ്ഞില്ലേ അവന് ആശുപത്രി കിടക്കുന്ന സമയത്ത് ഒരുപാട് നേർച്ചകൾ എല്ലാവരുമായിട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോന്നോരോന്നും ഇങ്ങനെ കുറേ വീട്ടി വന്നു. കുറേ ഇനിയും കടങ്ങൾ കിടക്കുന്നുണ്ട് കേട്ടോ വീട്ടാനൊക്കെ. ഇൻഷാ അല്ലാ അതൊക്കെ ചെയ്യണം. അപ്പോൾ ഇതാവുന്നത് ഇങ്ങനെ കൊടുത്തിട്ട് വരികയാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ വീട്ടിലേക്ക് ഇതാക്കിയിട്ട് അവർക്ക് പറഞ്ഞ് കൊടുക്കുകയാണ് കേട്ടോ ഓരോ വീട്ടിൽ കൊടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഇതങ്ങനെ പേക്കാക്കിയിട്ട് ഇതാക്കിയിട്ടൊക്കെ വെച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ അന്നത്തെ ആ ഒരു ഇത്. പിന്നെ ഇത് നമ്മൾ ആദ്യത്തെ വീഡിയോ എടുത്ത് അന്ന് തന്നെ എടുത്തതാണ് കേട്ടോ. മോനൊരു ഡ്രസ്സ് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. അത് വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഫുള്ള് വീഡിയോ എടുക്കണം വെച്ചിട്ട് എടുത്തതാണ്. പക്ഷെ പിന്നെ അന്നേക്ക് സ്റ്റോറേജ് ഒന്നും ഫോണിലില്ലാത്ത കാരണം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. അതുണ്ടായത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയുള്ളൂ. ഇൻഷാ അല്ലാ ഫോൺ സ്റ്റോറേജൊക്കെ ആയിട്ട് നല്ല അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടൊക്കെ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ.